class we discuss about project management and software engineering. Diploma course le computer engineering department le 5th semester student inde oru paper aanu project management and software engineering. ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, എന്തിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്, അതിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില ടോപ്പിക്കുകൾ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ആൻ എഞ്ചിനീയറിംഗ് അപ്രോച്ച് ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ. ഫോക്കസസ് systematic and cost-effective technical software development. Software engineering is defined as the systematic approach to the development, operation, maintenance and retirement of the software. എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചില അപ്രോച്ച്, സിസ്റ്റമാറ്റിക് അപ്രോച്ച് തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതിനകത്ത് വരുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാം, ഓപ്പറേഷൻസ് ഉണ്ടാവാം, മെയിൻ്റനൻസ് ഉണ്ടാവും, റിട്ടയർമെൻറ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ദെൻ വൈ സ്റ്റഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? നമ്മൾ എന്തിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ദ ആൻസർ ഈസ് ടു അക്വയർ സ്കിൽ ടു ഡെവലപ്പ് ലാർജ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്കില്ല് വേണം അല്ലേ? ആ സ്കില്ല് നേടിയെടുക്കുക എന്ന ഒരു എയിമാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യണത്. ഏതൊക്കെ ടെക്നിക്സൊക്കെ നമുക്ക് പഠിക്കാം, ഏതൊക്കെ പഠിക്കാൻ കഴിയും? സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, ഇൻ്റർഫേസ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എക്സെട്ര. ചുരുക്കി പറഞ്ഞാൽ വൈ സ്റ്റഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ ടു അക്വയർ സ്കിൽ ടു ബി എ ബെറ്റർ പ്രോഗ്രാമർ. നമ്മളൊരു ബെറ്റർ പ്രോഗ്രാമർ ആവുന്നതിനുള്ള സ്കില്ല് നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ്വെയർ പ്രോസസ്സ്. എന്താണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ്? സോഫ്റ്റ്വെയർ പ്രോസസ്സ് is a sequence of steps executed to achieve a goal. Okay, to satisfy different goals while developing software, multiple processes are needed. ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സീക്വൻസസ് ഓഫ് സ്റ്റെപ്സ് ആണ് എക്സിക്യൂട്ടഡ് ടു അച്ചീവ് എ ഗോൾ. ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ പറയാം പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ it is deal with the technical and management issues of a software development are called software process. There are two major components in software process, that is development process and project management process. The development process specifies all the engineering activities that needed to be performed. The management process specifies how to plan and control these activities so that cost, schedule, quality and other activities are met. എന്നുവെച്ചാൽ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് നമ്മൾ ടെക്നിക്കലായിട്ടും മാനേജ്മെൻറ്റായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ പറയുക ഡെവലപ്മെൻറ്റ് സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു നമ്മളെല്ലാ പ്രോസസ്സിനെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ആ എല്ലാത്തിനെയും കൂടെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയാം. ഇനി രണ്ട് കമ്പോണൻസ് ആണ് സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡെവലപ്മെൻറ്റ് പ്രോസസ്സും പ്രോജക്റ്റ് മാനേജ്മെൻറ്റും. ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പെസിഫൈ ദ എൻജിനീയറിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ആക്ടിവിറ്റീസാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പറയുക ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയാം. മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ഹൗ ടു പ്ലാൻ, കൺട്രോൾ ദീസ് ആക്ടിവിറ്റീസ്. നമ്മൾ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ആ ആക്ടിവിറ്റീസിനെല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് പറയാം മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫേസസ് ഓഫ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. എ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് ഐഡൻറ്റിഫയബിൾ സ്റ്റേജസ് ദാറ്റ് എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് undergoes during its lifetime.
ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണോ കടന്നു പോകുന്നത് അതിനെയാണ് നമ്മൾ പറയുക സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ ഈസ് ഓൾസോ കോൾഡ് ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ദാറ്റ് ഈസ് എ SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ദെൻ ഡിസൈൻ, ദെൻ കോഡിംഗ്, ദെൻ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. അങ്ങനെ മൊത്തം 6 സ്റ്റേജാണ് നമ്മൾ ലൈഫ് സൈക്കിളിൽ പ്രധാനമായിട്ടുള്ളത്. ഈച്ച് ഓഫ് ദീസ് സ്റ്റേജസ് കോൾഡ് ലൈഫ് സൈക്കിൾസ് ഫേസ്. ഈ ഓരോ ഫേസിനെയും നമ്മൾ പറയുന്ന സൈക്കിളിനെ സ്റ്റേജിനെയും നമ്മൾ പറയുന്ന പേരാണ് ലൈഫ് സൈക്കിൾ ഫേസ് എന്ന് പറയും. ഇനി നമുക്ക് ഓരോ ഫേസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫേസസ് ഓഫ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ഫേസ് ഏതാ? ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി മീൻസ് ഇറ്റ് ഈസ് എ aim to determine whether it would be financially and technically feasible to develop the product. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഫിനാൻഷ്യലി ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ടെക്നിക്കലി ഫീസിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫീസിബിലിറ്റി സ്റ്റഡി. ഇറ്റ് ഈസ് എ aim to determine whether it would be financially and technically feasible to develop the product. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി. മെയിനായിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് കളക്ഷൻസ് ഓഫ് ഓൾ റിലവൻറ്റ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ പ്രൊഡക്റ്റ്. ഓക്കെ, പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ദെൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും നമ്മൾ കളക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ചെയ്യുന്നത്. അത് ഇൻപുട്ട് ഡേറ്റ ഐറ്റംസ് ആവാം, പ്രോസസ്സിങ്ങിന് റിക്വയർ ആയിട്ട് ഉള്ളതാവാം, ഔട്ട്പുട്ട് ഡേറ്റ എന്താണ്, അങ്ങനെ ഇതുമായി റിലേറ്റഡുള്ള എല്ലാ കൺസ്ട്രെയിൻസും നമ്മളിവിടെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതേപോലെ എല്ലാ റിലവൻറ്റ് ഇൻഫോർമേഷനും നമ്മൾ കളക്ട് ചെയ്യണം. ദിസ് ഈസ് ദ ഫീസിബിലിറ്റി സ്റ്റഡി. ഓക്കെ, ആഫ്റ്റർ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മളൊരു കൺക്ലൂഷൻസിലെത്തും. അനലൈസ് ചെയ്ത ഒരു കൺക്ലൂഷൻ ചെയ്തിട്ടുള്ള ഒരു നമ്മൾ whether it would be feasible or not. Okay, after data collection, this phase arrives at an abstract problem definition, formulations of different strategies for solving problem, evaluation of different solution strategies. Okay, examine benefits and shortcomings. ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് പ്രോബ്ലംസ് എന്ന് ഡിഫൈൻ ചെയ്യും. അതിനുശേഷം ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം, ഇവാലുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ, അതിൻ്റെ ഉള്ള ഇവാലുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസും എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റും ഷോർട്ട് കമ്മിങ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ ചെയ്യണം. ആദ്യം പ്രോബ്ലം അനലൈസ് ചെയ്യും, പിന്നെ കളക്ഷൻസ് ഓഫ് ഓൾ റിലവൻറ്റ് ഇൻഫോർമേഷൻസ് ചെയ്യും. അതിനുശേഷം ഇതിനെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളതിൻ്റെ ഷോർട്ട് കമ്മിങ് ആൻഡ് ബെനിഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷനാണ്. ഓക്കെ, ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ റിക്വയർമെൻറ്റ് അനാലിസിസ്. ദിസ് ഫേസ് ഡിറ്റർമൈൻ എക്സാക്ട് റിക്വയർമെൻറ്റ്സ് ഓഫ് എ കസ്റ്റമേഴ്സ് ആൻഡ് ടു document them properly. Okay, requirement gathering and analysis. First gathering the requirement and then analyzing the gathered requirements. The aim of requirement analysis is to remove the incompleteness and inconsistencies requirement. Requirement may the main thing എന്താണെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് അനാലിസിസിൻ്റെ മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ദ ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് ഇൻകൺസിസ്റ്റൻസി. ഓക്കെ, ഇനി അടുത്ത റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ദ റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈഡ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു
software requirement specification, that is SRS document. ഇതിൻ്റെ എക്സിറ്റ് ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SRS ആണ്. SRS മീൻസ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, റിക്വയർമെൻറ്റ് അനാലിസിസ് കിട്ടുന്ന എൻട്രി പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എന്താ, ദാറ്റ് ഇസ് ദ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് റിക്വയർമെൻറ്റ് അനാലിസിസിൽ കിട്ടുക. റിക്വയർമെൻറ്റ് അനാലിസിസിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സിറ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SRS ആണ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഇനി another phase of software development, that is third one is design. നമ്മൾ feasibility study കണ്ടു, whether it is feasible or not, we will check it. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫീസിബിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, then അതിന് വേണ്ട റിക്വയർമെൻറ്റ്സും കണ്ടുപിടിച്ചു, SRSും റെഡിയാക്കി. then we will go for the another stage, that is the design phase. Design transform the requirements specified in SRS document into structure suitable for implementation in a programming language. നമ്മൾ ഡിസൈൻ ചെയ്യണം, എന്തെല്ലാം ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, അത് എന്തെല്ലാം പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയും. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുക, SRSൽ നിന്നാണ് ഉണ്ടാക്കുക. SRSനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഉണ്ടാക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിസൈൻ ഫേസ്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് കോഡിംഗ്. കോഡിംഗ് മീൻസ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻ ടു സോഴ്സ് കോഡ്. സോഴ്സ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ഡിസൈൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഇതിലേക്ക് മാറ്റണം, സോഴ്സ് കോഡിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് ദ കോഡിംഗ്. ദിസ് ഫേസ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഇതാണ് എന്ത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ടെസ്റ്റിംഗ്. ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് കോഡിംഗ് വരെ ചെയ്ത് കഴിഞ്ഞു, ഇംപ്ലിമെൻറ്റും ചെയ്ത് കഴിഞ്ഞു. ആഫ്റ്റർ ദ യു വാണ്ട് ടു ടെസ്റ്റിംഗ് ദ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്, അല്ലേ? നമുക്ക് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദ മെയിൻ എയിം ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ഐഡൻറ്റിഫൈ ഓൾ ഡിഫക്ട്സ് ഇൻ എ പ്രോഗ്രാം. ഓരോ പ്രോഗ്രാംസിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് എന്ത്, ടെസ്റ്റിംഗ് എന്ന് പറയും. ടു ഐഡൻറ്റിഫൈ ഓൾ ഡിഫക്ട്സ് ഇൻ എ പ്രോഗ്രാം. Testing a program involves providing a program with a set of test input and observing whether the program behaves as expected. നമ്മൾ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, ഇൻപുട്ട് കൊടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് 2-3 ടൈപ്പ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഈച്ച് മോഡ്യൂൾ, ഡീബഗിങ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ്. നമ്മൾ ചെയ്യുന്ന ഓരോ മോഡ്യൂളും, അതായത് പ്രോഗ്രാമിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിന് ഡിഫറെൻറ്റ് മോഡ്യൂൾസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ മോഡ്യൂളും എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വൈസ് ടെസ്റ്റിംഗ് നടക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിങ് ചെയ്യുകയാണെങ്കിൽ, ഡാറ്റ സ്ട്രക്ചറിൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യും. അതിനകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട്, അല്ലേ? ഇൻസേർഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഡിലീഷൻ ഫംഗ്ഷൻ, അതായത് പുഷ് ഫംഗ്ഷൻ, പോപ്പ് ഫംഗ്ഷൻ, ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്യാറുണ്ട്. നമ്മളതിനകത്ത് ഫസ്റ്റത്തെ പുഷ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നു, ദെൻ പോപ്പ് ചെയ്യുന്നു, ദെൻ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതെല്ലാം റിലേറ്റഡ് ആണ്, അല്ലേ? ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റൊന്നിനെ അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മളത് ഓരോ മോഡ്യൂൾ വൈസും അത് ടെസ്റ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആർ ഇൻ്റഗ്രേറ്റഡ്. ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ദ റിസൾട്ടൻറ്റ് മോഡ്യൂൾ ഈസ് ടെസ്റ്റഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പുഷ് ഫംഗ്ഷൻ ഉണ്ട്, പോപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്, ഡിസ്പ്ലേ ഫംഗ്ഷൻ. പുഷിൽ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പുഷ് ഫംഗ്ഷൻ എന്ന ഒരു അറയിൽ ആ ഒരു ഫംഗ്ഷനിൽ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പുഷും പോപ്പും നമുക്ക് എന്ത് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാം. സോ നമ്മളതും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റിംഗ് ചെയ്യും. സിസ്റ്റം ടെസ്റ്റിംഗ്. സിസ്റ്റം ടെസ്റ്റിംഗ് ഇസ് ഡിസൈൻ ടു വാലിഡേറ്റ് എ ഫുള്ളി ഡെവലപ്ഡ് സിസ്റ്റം ടു അഷ്യൂർ ദാറ്റ് ഇസ് മീറ്റ് ഇസ് എ റിക്വയർമെൻറ്റ്സ്. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സിനും അനുസരിച്ച് നമ്മുടെ ആ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ടെസ്റ്റിംഗ്. അപ്പോൾ 3 ടെസ്റ്റിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്: യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്. ഓക്കെ, ദിസ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെയിൻ എയിം ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ഐഡൻറ്റിഫൈ ഓൾ ഡിഫക്ട്സ് ഇൻ എ പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്.
Maintenance means software needs to be maintained because of the defect remaining in the system. Developing software with zero defect is not possible. ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, അതിനകത്ത് സീറോ ഡിഫക്റ്റ് ആയിരിക്കില്ല. നമുക്കതിനകത്ത് വേറെ വേറെ ഡിഫക്ട്സുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മെയിൻ്റനൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഇതിനകത്ത് മൂന്ന് ടൈപ്പിലുള്ള മെയിൻ്റനൻസ് പറയുന്നുണ്ട്. കറക്റ്റീവ് മെയിൻ്റനൻസ്, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്, അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റിംഗ് എറേഴ്സ് ദാറ്റ് വെർ നോട്ട് ഈസ് കവേർഡ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എറേഴ്സ് നമ്മൾ കാണാതെ പോവുമോ അല്ലെങ്കിൽ യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് കാണുകയോ ചെയ്തിട്ടുള്ള എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് പറയുക കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയും. പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് ആഡിങ് ഫങ്ഷനാലിറ്റീസ് അക്കോർഡിംഗ് ടു കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്. നമ്മൾ വീണ്ടും എന്തെങ്കിലും റിക്വയർമെൻറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അതായത് കസ്റ്റമർ ആവശ്യപ്പെടുകയാണ് ഒരു പർട്ടിക്കുലർ ഫങ്ഷൻസും കൂടെ ആഡ് ചെയ്യണം ഈ ഒരു പ്രൊജക്റ്റിൽ, ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? അത് ആഡ് ചെയ്യണം. ആഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുക പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയും. ഇനി അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ പോർട്ടിംഗ് ദ സോഫ്റ്റ്വെയർ ടു വർക്ക് ഇൻ എ ന്യൂ എൻവയോൺമെൻറ്റ്, ന്യൂ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോം ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ അത് ചിലപ്പോൾ അത് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് വേറെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യില്ല. അപ്പോൾ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നത് ലിനക്സിൽ വർക്ക് ചെയ്യാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പോർട്ട് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. അതാണ് എന്ത്? അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയും. ഓക്കെ, പോർട്ടിംഗ് ദ സോഫ്റ്റ്വെയർ ടു വർക്ക് ഇൻ എ ന്യൂ എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ മെയിൻ്റനൻസ് ആണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. കറക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്, അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.